ഇത് ഏത് സമയത്തെ ഫോട്ടോ ഏട്ടാ? സലാം കാശ്മീർ. ആ സമയത്ത് എടുത്തതാ കാശ്മീരിൽ വെച്ച്. എന്നാലും പെട്ടെന്ന് സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ കുട്ടികളെ പോലെയാണോ? എന്താണ് ഫസ്റ്റ് കാര്യം മനസ്സിൽ വരിക? കുട്ടികളെക്കാൾ ചെറുത് വല്ലതും പറയാൻ പറ്റുമോ? അതാണ്. അയ്യോ പാവം, പെട്ടെന്ന് കരയും, പെട്ടെന്ന് തീയും, ഭയങ്കര വലിയ ഇമോഷണലാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാ തുടങ്ങുന്ന അറിയാമോ? ഞാൻ കലാഭവനിലുള്ള കാലത്ത് സൈനുദ്ദീൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു നവോദയയുടെ. അപ്പോൾ ഞാൻ സൈനുദ്ദീനോട് ചോദിക്കുകയായിരുന്നു 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ സൈനുദ്ദീനോട് ഞങ്ങൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, സൈനുദ്ദീൻ എനിക്ക് എന്തെങ്കിലും വേഷം മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സൈനുദ്ദീൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ സൈനുദ്ദീൻ ഉറപ്പായിട്ട് എനിക്കൊരു വേഷം പറഞ്ഞിരുന്നു. അങ്ങനെ രഘുനാഥ് പല്ലേരിയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ആളുണ്ട്, ആ വേഷം അയക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം സൈനുദ്ദീൻ വന്ന് പറഞ്ഞു, എടാ പുതിയൊരാൾ വന്നടാ, എന്തൊരു ഭംഗിയെ കാണാനെന്നറിയാമോ, അത് ഡയറക്ടർ അയക്ക് കൊടുക്കാൻ പോകാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, അയ്യോ എനിക്കിത് പോയല്ലോ എന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ കലാഭവനിൽ പഴയ ജാവ ബൈക്കിൽ ഒരാൾ വന്നിറങ്ങി ഇങ്ങനെ വരുന്ന ഒരു 6 അടി പൊക്കത്തിൽ, ഹായ് ഐ ആം സുരേഷ് ഗോപി, കൊല്ലത്ത്. ഇവന് കൊടുത്തതിൽ ഒരു തെറ്റുമില്ലടാ, എന്തൊരു ഭംഗിയാണ് ഈ മനുഷ്യനെ കാണാൻ. അതല്ല ജയറാമേട്ടൻ പണ്ട് സ്റ്റേജിൽ അസാധ്യമായിട്ട് ചെയ്യുന്നുണ്ട്. പഴയ സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്. അതിനുശേഷം ഞങ്ങളുടെ പ്രോഗ്രാം കൊല്ലത്ത് പോയപ്പോഴൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്നു. അന്ന് സുരേഷ് അങ്ങനെ ആക്ടറൊന്നും ആയിട്ടില്ല. ആ 1 മുതൽ 0 വരെയിൽ ചെറിയൊരു വേഷം, കടപ്പുറത്തൊരു LIC ഏജന്റായിട്ട് വരുന്നത്, അത് എനിക്ക് കിട്ടേണ്ടത് അങ്ങനെയാണ്. അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്, അന്ന് തൊട്ട്. പിന്നെ അതിനുശേഷം ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളിൽ എത്രയോ സുരേഷായിരുന്നു വില്ലൻ. സുരേഷ് അന്നൊരു നായകതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വിറ്റ്നസ്, കാലാൾപ്പട, വർണ്ണം, അങ്ങനത്തെ നിറയെ പടങ്ങളുണ്ട്. അതിലൊക്കെ സുരേഷ് വില്ലനും ഞാൻ. ഇപ്പം ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുക, ട്രിവാൻഡ്രത്ത് അമൃത ഹോട്ടലിൽ. റൂം നമ്പർ 4 ആണെന്ന് എൻ്റെ ഓർമ്മ. അതെ, റൂം നമ്പർ 4ലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, വർഷങ്ങളോളം ഞങ്ങൾ ഒരുമിച്ചാണ്. അതുമല്ല സുരേഷ് ഏട്ടൻ രാധിക ചേച്ചീനെ വിളിക്കാനായിട്ട് ഇത് നടക്കുമ്പോൾ, ഇന്നലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മർക്കാരയിലാണ്. ഇന്നത്തെ പോലെ മറ്റേ ഫോണില്ലല്ലോ. അപ്പോൾ ടെലിഫോൺ ബൂത്തിലേക്ക് രാത്രി കാറും എടുത്തുകൊണ്ട് ഫുൾ പോയി. അന്ന് കല്യാണം നിശ്ചയിച്ച സമയമാണ്. അപ്പോൾ രാധികയായിട്ട് പ്രണയം മുഴുവൻ രാത്രി 10 മണിക്ക് പോയിട്ട് ബൂത്ത് തുറന്നു വെച്ച് അവിടെ ഇരുന്നാൽ ഞാനിരുന്ന് ആ മർക്കാരയിൽ തണുപ്പത്ത് ആ റോഡ് സൈഡിൽ കിടന്നുറങ്ങുമായിരിക്കും. ഫുള്ളായിട്ട് 12-1 മണി വരെ പ്രേമം സൊള്ളല് എല്ലാം കഴിഞ്ഞ്. അല്ല അന്ന് പാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നു കേട്ടാ രാധിക ചേച്ചിക്ക്. ഇപ്പൊ അത് എന്നെ കൊണ്ട് പാടിക്കാനല്ലേ, എന്നിട്ട് വേറെ ഞാനില്ല. കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് മുമ്പ് വല്ല സിനിമയിലതാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സിനിമയിലതാണോ എന്താണത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ലെങ്കിൽ വല്ല വെഡിങ് ആനിവേഴ്സറി എടുത്താണ്. ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടാ നിൽക്കുന്ന രണ്ടാളുടെ മൊത്തം ഓവർ നാണവും. എനിക്ക് തോന്നണത് ശുഭയാത്രയിൽ കല്യാണം കഴിക്കുന്ന സീനുണ്ട്. ഇല്ല ചേച്ചിക്ക്. പക്ഷെ ചേച്ചി ഇച്ചിരി ഇതായിട്ടായിരിക്കും, പ്ലം ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇനി വല്ല ഇത് സിനിമയ്ക്ക് ശേഷമാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഏതോ ദിവസം വെഡിങ് ആനിവേഴ്സറി. എന്തോ രണ്ടുപേരും കാര്യമായിട്ട് നാണിച്ച് നിപ്പുണ്ട്. അതെ, എനിക്ക് തോന്നണത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ണൻ വയറ്റിലുണ്ട്, എൻ്റെ മോൻ ഉണ്ടെന്ന് തോന്നുന്നു. അതാണ്, അപ്പോഴാണ് കുറച്ച് തടി വെച്ച സമയം ആണെന്ന് തോന്നുന്നു.